അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഓണം സ്വർണോത്സവം തിരൂരിൽ തുടങ്ങി. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഓണം സ്വർണോത്സവത്തിന് തിരൂരിൽ തുടക്കമായി. തിരൂർ ഏരിയ തല ഉദ്ഘാടനം മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ആരതി പ്രദീപ് ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് നിർവഹിച്ചു. നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കേവലം അത് നമ്മൾ മാത്രം ഒരു അധ്വാനമല്ല, നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരുപാട് പേര് അവരുടെ കണ്ണീരിന്റെയും പ്രയത്നത്തിന്റെയും അധ്വാനത്തിന്റെയും ഒക്കെ ഫലമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ഒരു ദിവസം തന്നെ ഇന്ന് ഇത്തരത്തിലൊരു ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മെജസ്റ്റിക് എന്ന് പറയുന്ന ഈ സ്ഥാപനം അതൊരു പുതുമയല്ല, ഞങ്ങള് ഹാപ്പി കസ്റ്റമർ കൂടെയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഇവിടെ തന്നെയാണ് സ്ഥിരം വരാറുള്ളത്. അപ്പൊ അവിടെ തന്നെ വീണ്ടും ഒരു അതിഥിയായിട്ട് വരാൻ സാധിക്കാന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല. ഇതുപോലെ എല്ലാ യൂണിറ്റുകളിലും ഇതുപോലുള്ള യൂണിറ്റ് തല ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് തിരൂരിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് പുതിയ തലമുറ സ്വർണ്ണാഭരണത്തോട് എന്തോ ഒരു വിമുഖത കാണിക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ന്യൂ ജനറേഷന്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക്, യുവതികൾക്ക് സ്വർണ്ണാഭരണങ്ങളോട് ഉള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. സത്യത്തിൽ സ്വർണം ഒരു ഉപയോഗ ആഭരണം മാത്രമല്ല, ഒരു കരുതൽ ശേഖരണമാണ്. ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലെ, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന് സ്വർണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ തലമുറയെ ഈ വിഷയത്തെക്കുറിച്ച് ഉത്ബോധനം നടത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് കൂടി ഈ സ്വർണോത്സവത്തിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് ഇന്നത്തെ പുതിയ തലമുറയുടെ ന്യൂ ജനറേഷന്റെ പ്രതിനിധി കൂടിയായ ബഹുമാനിയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരതി പ്രദീപ് അവരുടെ നമ്മൾ ഈ ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങളുടെ 2 വർഷങ്ങളായി നടത്തി വരുന്ന ഒരു സംരംഭത്തിന്റെ തിരൂർ തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ മെമ്പർ കുമാരി ആരതി പ്രദീപ് അവരുടെ ആദരവും ക്ഷണിക്കുന്നു. ഈ സ്വർണോത്സവം കൊണ്ട് ജില്ലാ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 3 വർഷത്തോളമായി വർഷം ഇത്തരത്തിലുള്ള സ്വർണോത്സവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. സത്യത്തിൽ ഇതൊരു സ്വർണ്ണാഭരണ മേഖലയിലെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ ആര് വിസിറ്റ് ചെയ്താലും അവർക്ക് സൗജന്യമായിട്ടാണ് നമ്മൾ ഈ സമ്മാന കൂപ്പൺ നൽകുന്നത്. കാരണം കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് സന്ദർശിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ സൗജന്യ കൂപ്പന് എല്ലാ ഷോപ്പുകളിലും നൽകാനുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 23 യൂണിറ്റുകളിൽ ഇതിന്റെ കൂപ്പൺ വിതരണം പൂർത്തീകരിക്കുകയും അതിന്റെ പല മേഖലയിലുള്ള ഉദ്ഘാടനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തിരൂർ മേഖലയിലുള്ള ഉദ്ഘാടനമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരതി പ്രദീപ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട IT വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഉദ്ഘാടനം ചെയ്തത്. യൂണിറ്റിന്റെ മേഖലയുടെയും നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് നടത്തുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജില്ലാ കമ്മിറ്റിക്ക് മഹത്തായ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നടന്നുകൊണ്ട് സന്തോഷവാന്മാരാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം കുമാരി ആദി പ്രദീപിനെ
ഇടക്കിടക്ക് ശ്രീമതി എന്ന് പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് പറയാനുള്ള കാരണം പെട്ടെന്ന് തന്നെ അനുയോജ്യ ഒരു വരനെ കണ്ടെത്തിയ കാര്യത്തിൽ താലി ചാർത്തൽ എന്നുള്ളൊരു ആകാംക്ഷയാണ് എന്ന് പറയാൻ ആഗ്രഹം. ഏതായിരുന്നാലും നമ്മുടെ ഇന്ന് നടന്നിട്ടുള്ള പരിപാടി മെജസ്റ്റിക്കിൽ ഇടയ്ക്കൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരൂരിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ വലിയ ഒരു സ്ഥാപനമാണ് മെജസ്റ്റിക് ജുവല്ലേഴ്സ്. വരുന്നതിൽ ഒരു നല്ലൊരു ശതമാനം സമൂഹത്തിലെ അർഹതപ്പെട്ടവർ, നിരാലംബരായിട്ടുള്ളവർ, ജീവിതത്തിൻ്റെ അണ്ണറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തി വലങ്കൈ ഇടങ്കൈ ഇരാതെ സാമ്പത്തികമായ സഹായധനം ഒരു പ്രസ്ഥാനമാണ് ഓമുക്കുട്ടി ഹാജിയും അദ്ദേഹത്തിന് 2 സന്താനങ്ങളും അടക്കുന്ന ഈ വലിയ പ്രസ്ഥാനം. ശ്രീമതി കുമാരി ആരതി പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാവരും നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ തീർച്ചയായും അനുദിനം ഇത് മുന്നോട്ട് കുതിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു നടത്തുന്ന ഏറ്റവും വിപുലമായ പരിപാടിയാണിത്. ഇത് സംഘടനയുടെ സന്ദേശം എത്തിക്കുന്നതിലുപരിയായിക്കൊണ്ട് സമൂഹത്തിൽ സ്വർണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും എത്തിക്കുക എന്ന ഒരു പരിപാവനമായ കർമ്മം കൂടിയുണ്ട്. സ്വർണം ഒരു അക്ഷയ ഖനിയാണ്. അത് സാധാരണക്കാർക്ക് അപ്രാപ്യമാകുന്നു എന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ സാമൂഹ്യമായ പ്രതിബദ്ധതയുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് സമൂഹത്തിന് കൂടി ഉപകാരപ്പെടുന്നു എന്നതാണ് ഇന്നിവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ റിലീസിങ്ങും അതോടൊപ്പം തന്നെ കൂപ്പണൊക്കെ ചെയ്യുന്നത്. സ്വർണ്ണ വ്യാപാര മേഖല കുതിക്കാൻ ഇത്തരത്തിലുള്ള പുതിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഈ ഒരു പ്രവർത്തനത്തിന് തെരഞ്ഞെടുത്തതിലുള്ള നന്ദി ആദ്യം തന്നെ അഹമ്മദ് സാഹിബിനോട് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ മേഖലയിൽ വൻ വിജയം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ആശംസകളും. ഗോൾഡിൻ്റെ ഒരു ഉപയോഗം നമ്മൾ ഓർണമെൻ്റ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതിലുപരി അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വാല്യൂ എന്ന് വെച്ചാൽ അത് ഒരു കരുതൽ ധനമാണ് എന്നുള്ളത് കൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സംഘാടകർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നമുക്കറിയാം റിസർവ് ബാങ്ക് വരെ ഒരു കരുതൽ ധനമായി ഉപയോഗിക്കുന്നത് ഗോൾഡാണ്. അപ്പോൾ ആ ഒരു സന്ദേശം എല്ലാവരിലും ഈ ഒരു പദ്ധതിയിലൂടെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് വലിയ വിലക്കയറ്റമാകാൻ ഒരു കാരണം, ആ കാരണം കൊണ്ടോ എന്തോണ് പുതിയ തലമുറയിലെ ആളുകൾ ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പിന്നോക്കം പോകും. അതുകൊണ്ട് ഈ സ്വർണ്ണാഭരണ മേഖലയിലേക്ക്, സ്വർണം വാങ്ങുന്നതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് സംഘടന നേരിട്ടിടപെട്ട് ഇത്തരത്തിലുള്ള ജില്ലാ തലത്തിൽ സ്വർണ്ണോത്സവം സംഘടിപ്പിക്കുന്നത്. വലിയ രീതിയിൽ ഇപ്പം വ്യാപാരികൾ മറ്റ് ഏത് വസ്തുവാണ്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുവാകട്ടെ ആ വസ്തുവിൻ്റെ ഒക്കെ വില നിശ്ചയിക്കുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് വിതരണം നമുക്ക് ഉപയോഗിക്കുന്നിടത്ത് എത്തുന്നപ്പോൾ അതിലുണ്ടാകുന്ന പ്രസരണ നഷ്ടത്തിൻ്റെ പോലും പൈസ നമ്മൾ കയ്യിൽ നിന്ന് ഒരു യൂണിറ്റ് കറണ്ട് ഈടാക്കുകയാണ്. ഇനി ഏത് വസ്തുവിൻ്റെയും വില നിശ്ചയിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രസരണ നഷ്ടം അടക്കമുള്ള എല്ലാ ചെലവുകളും അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പോൾ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പ്രധാനമായിട്ടും വ്യാപാരികളെ സംബന്ധിച്ച് വരുന്ന ഒരു ആരോപണം വലിയ രീതിയിലുള്ള ഈ മേക്കിംഗ് ചാർജ്. ഞങ്ങളിത് പിന്നെ ഈ സ്വർണ്ണം നിക്ഷേപമാകുമ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് ചാർജ്, ഇത് ഈ സ്വർണത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നേരത്തെ സ്വർണം വാങ്ങിയിരുന്ന സമയത്ത് ഒരു പവന് സ്വർണം വാങ്ങുന്ന സമയത്ത് പണിക്കുറവ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഏകദേശം 400 മില്ലി അതിനകത്ത് വാങ്ങിയിരുന്നു. ഇന്നത്തെ വില നിശ്ചയിക്കുമ്പോൾ ഏതുകൊണ്ട് 6000 രൂപ വരെ ഈ പണിക്കുറവ്. ആദ്യ കൂപ്പൺ വിതരണം ഗോൾഡ് മെർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CT അബ്ദുൽ അസീസ് നിർവഹിച്ചു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. M മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുൾ റഹ്മാൻ, അഹമ്മദ് പൂവിൽ, മമ്മി ചെറുതോട്ടത്തിൽ, ഷിഹാബ് ലിയ, K ഖാലിദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു. A ജയപ്രകാശ്, ഹൈനസ് ബാവ, അബ്ദുൽ ലത്തീഫ് പൂവിൽ, രവി എലൈറ്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.